മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജിൽ LDF ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകിയതിനെ തുടർന്നാണ് തീരുമാനം. 10 ലക്ഷം രൂപയുടെ ചെക്ക് സുരേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് അധികൃതർ കൈമാറി. മണിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്നതിനും മക്കളുടെ പഠന ചെലവ് ഏറ്റെടുക്കുന്നതിനും സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. നേരത്തെ വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വന്യജീവി ശല്യം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും LDF ആവശ്യപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് നിസ്സംഗമായ മനോഭാവത്തോടെ നിലപാട് സ്വീകരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ വികാരം ഏറ്റവും അനിവാര്യമാണ്. ഗവൺമെന്റ് അടിയന്തരമായി പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ഇടപെടേണ്ടതാണ്. ആ ഇടപെടലിന്റെ ഭാഗമായി ഉയർന്നു വന്നൊരു പ്രതിഷേധം എന്ന രൂപത്തിൽ ആ പ്രതിഷേധത്തിൽ അതിനെ പിന്തുണയ്ക്കുക എന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. അതിനത്രേ ഉള്ളൂ. അതിനിപ്പോൾ ഗവൺമെന്റിനെ പ്രതികൂട്ടി നിർത്തുന്ന കാര്യമില്ല. ഗവൺമെന്റ് സാധ്യത ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മാത്രം പരിധി നിൽക്കുന്ന ഒരു കാര്യമല്ല. റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. അക്രമ സ്വഭാവമുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കിയില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ വെല്ലുവിളി. ജീവൻ കയ്യിലെടുക്കാൻ തയ്യാറാകുന്ന ആനയെ തുരത്തുവാൻ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും. തിരുനെറ്റിക്ക് വെടിവെക്കാൻ ഞാൻ നേരത്തെ ഇവിടെ പൂപ്പാറയിൽ വെച്ച് പറഞ്ഞതാണ്. അതിന് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ തിരുനെറ്റിക്ക് വെടിവെക്കാൻ അറിയാവുന്ന നല്ല വേട്ടക്കാരെ കൊണ്ടുവന്ന് നിയമം നോക്കാതെ ഞങ്ങളെ ജയിലടച്ചാലും കുഴപ്പമില്ല. കാട്ടാനയിൽ നിന്ന് സംരക്ഷിക്കാൻ, കാട്ടുപോത്തിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള അതിതീവ്രമായ സമരത്തിലേക്ക് ഞങ്ങൾ മുൻപോട്ട് പോകും. ഇന്നലെ രാത്രിയാണ് കന്നിമല എസ്റ്റേറ്റ് സ്വദേശി സുരേഷ് കുമാർ എന്ന മണി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മൂന്നാർ പെരിയവര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു. കന്നിമല ടോപ്പ് ഡിവിഷനിലെ തൊഴിലാളി ലയങ്ങൾക്ക് സമീപമായിരുന്നു സംഭവം. മൂന്നാറിൽ നിന്ന് കന്നിമലയിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. കാട്ടാന ഓട്ടോ കുത്തിമറിച്ചിട്ടപ്പോൾ തെറിച്ചു വീണ സുരേഷ് കുമാറിനെ ആന തുമ്പിക്കൈയിലെടുത്ത് എറിയുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഓട്ടോ യാത്രക്കാരായ എസക്കി രാജ്, ഭാര്യ റെജീന, മകൾ പ്രിയ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവർ മൂന്നാറിലെ ഹൈറേഞ്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.